നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, ആനത്തലവട്ട ആനന്ദൻ ആ സഖാവിൻ്റെ ഓർമ്മ ദിനമാണ്, ഓർമ്മ വാർഷിക ദിനമാണ്. അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. മറ്റൊന്ന്, നമ്മുടെ പ്രിയങ്കരനായ മോഹൻലാൽ, അദ്ദേഹത്തിന് ദേശീയ അവാർഡ് കിട്ടുകയും അതിന് ഗവൺമെൻറ് ഓഫ് കേരള ഒരു അനുമോദന ചടങ്ങ് സംഘടിപ്പിക്കുകയും ചെയ്തു. ആ ചടങ്ങിൽ പങ്കെടുത്ത് മോഹൻലാൽ അവർക്കും മുഖ്യമന്ത്രിക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും അഭിനന്ദനങ്ങളും ആശംസിക്കുന്നു. ബഹുമാന്യരെ, ഇന്നലെ നമ്മൾ പറഞ്ഞ് ഗസയെക്കുറിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിക്കണം. ആധികാരികമായിട്ട് പറയാമെന്ന് എനിക്ക് കഴിവുള്ളതല്ല, ഞങ്ങളുടെ ഗ്രൂപ്പും കഴിവില്ല. അതുകൊണ്ട് നമുക്ക് ചെറിയ കാര്യം മാത്രം പറഞ്ഞ് മറ്റു വിഷയത്തിൽ കിടക്കാം. ഇപ്പോൾ കേരള പൊളിറ്റിക്സ് നമുക്ക് നിർണായകമായിട്ടുള്ള ഇത് എനിക്കും എൻ്റെ സാറിനും കൂടി 1.5 ലക്ഷം രൂപ ശമ്പളം ഉണ്ടെന്ന് ഒരാൾ പറഞ്ഞു. അപ്പോൾ എനിക്ക് 10,000 ബാക്കി 1.40 സാറിനാണ്. എന്ന് പറഞ്ഞാൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് കേവലം ആലപ്പുഴയുടെ അത്രയും വലിപ്പമില്ലാത്ത ഒരു ചെറിയ, അതായത് 20 കിലോമീറ്റർ നീളം 10 കിലോമീറ്റർ വീതി ഏതാണ്ട് ഒരു കൊച്ചു സ്ഥലത്തെ രാജ്യമല്ലല്ലോ, ഒരു മേഖലയെ ഇത്രയും ബ്രഹ്മാണ്ഡ കടാഹത്തിൽ അല്ലെ എത്രയും സന്നാഹത്തിൽ നശിപ്പിച്ചിട്ട് എന്ത് നേടി ഇസ്രായേൽ തള്ളി തകർന്നു പോയില്ലേ? അപ്പോൾ ഇവിടെ ചിന്തിക്കേണ്ട കാര്യം, ഞാൻ പല 1500 വർഷം പഴക്കമാണ് മുസ്ലിങ്ങൾ, 2000 വർഷം പഴക്കമാണ് ക്രിസ്തു മതം, ഏതാണ്ട് 3000 വർഷം പഴക്കമാണ് യഹൂദമതം. എന്നിട്ട് എന്ത് ഇന്ത്യയിൽ ക്രിസ്ത്യൻ സമുദായം ലോകത്ത് 250 കോടിയുണ്ട്, മുസ്ലിം സമുദായം 200 കോടികളുണ്ട്. ഇവർ കണ്ട് 3 കോടി പറ്റുള്ളൂ ഇസ്രായേൽ. ആ മതത്തിൻ്റെ അല്ല, ആ ആചാരം അനുഷ്ഠിക്കുന്ന ആൾക്കാരുടെ എന്താ കുറ്റമുണ്ടാകുന്നു പറഞ്ഞു. അപ്പോൾ 3000 വർഷം പലസ്തീൻ ഉണ്ടായിരുന്നു, ഇസ്രായേൽ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ഇന്ന് ആരോ പറഞ്ഞു കേട്ട്. അങ്ങനെയാണ് ഇപ്പം 48-ൽ എന്തിനാണ് അവരിന്ന് തെണ്ടി തിരിഞ്ഞ് വന്ന് പലസ്തീൻ സ്ഥലത്ത് അഭയം തേടി ആ അറബികൾ കൊടുത്ത് അഭയം സ്വീകരിച്ചത് ഈ 3000 വർഷം കൊണ്ടായിരുന്നു. അപ്പം അതെല്ലാം തെറ്റാണ്, വഞ്ചനയാണ്. ഇനിയിപ്പോൾ ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലിലേക്ക് കയറി ഹമാസ് നടത്തിയ മുന്നേറ്റം വലിയ ആക്രമണമാണ് തെറ്റെന്ന് പറഞ്ഞു. അതിപ്പോൾ ഒരു തെറ്റ് തന്നെയാണ്, സംശയമില്ല. പക്ഷേ അതുകൊണ്ട് അവർ നേടിയ വലിയൊരു സംഭവമുണ്ട്. അറബികൾ ഉൾപ്പെടെ മുസ്ലിങ്ങൾ ഉൾപ്പെടെ ലോകം മുഴുവൻ വിസ്മൃതിയിലാണ്ടിരുന്ന പലസ്തീൻ വിഷയത്തെക്കുറിച്ച് ലോകത്ത് ഈ നിമിഷം വരെയും അത്യഗാധമായ അല്ലെങ്കിൽ അത്ര വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഗസ അല്ലെങ്കിൽ പലസ്തീൻകാർ വിജയിച്ചു. യുദ്ധത്തിലും അവർ തോറ്റെന്ന് പറയാൻ പറ്റില്ല. ഇത്രയും വലിയ സന്നാഹത്തിന് മുമ്പിൽ ഇവർ പിടിച്ചു നിന്നപ്പോൾ അവർ തോറ്റെന്ന് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും ഇപ്പോഴും പറയും പലസ്തീൻ രാഷ്ട്രത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല എന്നാണ് നെത്തിൻയാഹു പറഞ്ഞത്. അതുപോലെ മണ്ടത്തിലും പണ്ട് അറബികൾ പറഞ്ഞു, എന്തറിയോ, ഇസ്രായേൽ ജ്യോതിരാജ്യത്തെ നമ്മൾ ഭൂമിയിൽ വെച്ചുകൊണ്ടിരിക്കില്ല എന്ന്. അതൊക്കെ ഒരു അറിവില്ലായ്മ ദിക്കാത്തിനാണ്. അതിൻ്റെ മറ്റൊരു പദമല്ലേ ഇപ്പോൾ നെത്തിന്യാഹു ഉപയോഗിക്കുന്നത്. ഇതെല്ലാം തെറ്റാണ്. ലോകത്ത് അങ്ങോളം ഇങ്ങോളം ഇതിനകത്ത് പ്രതികരിക്കുന്നെങ്കിലും കൊലയ്ക്കും ഒരു കുറവുമില്ല. അറബികളെ ഇത് നിങ്ങൾ എന്നാണ് കണ്ടു തുറക്കുന്നത്? ഇറാന്, കുവൈത്ത്, ഇറാഖും എല്ലാ രാജ്യങ്ങളും പറയുന്നുണ്ട്. പക്ഷെ അവിടുത്തെ ആൾക്കാരെ കൊല്ലുന്നതിന് ഒരു കുറവുമില്ല. ഇതെന്താ നിങ്ങൾ ചെയ്യുന്നത്? ഞാൻ നല്ല പണ്ട് രാഹുൽ ഗാന്ധി പോലെ വെള്ളം ഒഴിച്ചതിന് ശേഷം അണ കെട്ടാൻ പോകണം ഉദ്ദേശിക്കുന്നത്. വല്ല കാര്യമുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് ആ മനുഷ്യരെ രക്ഷപ്പെടുത്ത്. ആ മനുഷ്യസ്നേഹികളായ ഒരു കൂട്ടം ജനങ്ങൾ അവിടെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി, മരുന്ന് കൊടുക്കാൻ വേണ്ടി വന്നിട്ട് അവരിപ്പോൾ സമ്മതിച്ചില്ല മാത്രം വളരെ ഭീകരമായ രീതിയിൽ വെള്ളം കൊടുക്കാതെ വെയിലത്തിട്ട് ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തി. അത് ഇസ്രായേൽ ചെയ്യുന്ന അവിടുത്തെ ഭീകരരൂപത്തെ പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ കേൾക്കാൻ പോലും പറ്റാത്ത വിധത്തിലാണ്. അങ്ങനെ ചില പ്രസംഗങ്ങൾ ഞാൻ കേട്ടു. ഞാനത് പറയുന്നില്ല, കാരണം ചിന്തിക്കാൻ പോലും പറ്റില്ല, അത്ര മോശമായിട്ടാണ്. ഏതായാലും ഒരു കാര്യം അറിയാം, ഗസയോ പലസ്തീനോ ഇല്ലാതാക്കിക്കൊണ്ട് ഇസ്രായേലിനോ അമേരിക്കയോ സുഖമായി കഴിയാമെന്ന് ചിന്തിക്കുന്നതിൽ അർത്ഥമില്ലെന്നുള്ള കാര്യം ഏതാണ്ട് ഇപ്പോൾ അർത്ഥമായി. ചർച്ച ചെയ്യുക, മുന്നോട്ട് ആരും കൊല്ലാത്ത രീതിയിൽ രാജ്യങ്ങൾ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുക. നെതന്യാഹുവിൻ്റെ കാലം കഴിഞ്ഞ് ഞങ്ങളുടെ നാട്ടിൽ ഒരു
2 ജ്യേഷ്ഠന്മാരുണ്ട് ക്രിസ്ത്യൻ സമുദായങ്ങൾ എന്നും വഴക്കാണ്. അപ്പോൾ SI പറഞ്ഞ് നിങ്ങൾ ഒരാൾ ചാവതി പ്രശ്നത്തില്ലാതെ പറഞ്ഞു. അങ്ങനെ വഴക്ക് മൊത്തം ചേട്ടൻ അനിയൻ കുത്തിക്കൊന്ന് അവിടെ പ്രശ്നം തീർന്നു. ചേട്ടൻ കഴിച്ചു പോയി, അനിയൻ ജയിലിലും പോയ പോലെ. നെത്തന്യാഹുവിൻ്റെ കാലം കഴിയാതെ, അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോഴത്തെ പ്രസിഡന്റ് കാലം കഴിയാതെ ഈ വിഷയത്തിലൊരു പരിഹാരം കാണൂല, ആകാൻ പറ്റില്ല. അത്ര ദുഷ്ടലാക്കളാണ് ഈ 2 പടു വൃദ്ധന്മാർ. അത്ര ദുഷ്ടലാക്കൾ. ഏതായാലും പലസ്തീൻ രാജ്യം ഉണ്ടായതല്ലേ, വർഷങ്ങളുണ്ടായതല്ലേ. ആ രാജ്യത്താണ് ഇവരൊന്ന് കയ്യേറിയിട്ട് ചിത്രമുണ്ട്. ഇപ്പോൾ ചിത്രമുണ്ട്. ഇപ്പോൾ ഈ അറബി ഒട്ടകത്തെ ടെൻറ്റിൽ കടത്തിയത് പോലെയാണ്. ഒട്ടകം തിരിഞ്ഞ് പറഞ്ഞു അവസാനം അറബി പുറത്തും ഒട്ടകം ടെൻറ്റിന് അകത്തായതുപോലെ ഇസ്രായേലിനെ അവർ കൊടുത്തെങ്കിലും അവസാനം വന്നപ്പോൾ ഇസ്രായേൽ മാത്രമേ ഉള്ളൂ, അല്ല ഒരു മൊട്ട് പോലും ഉള്ളൂ പലസ്തീൻ. ബാക്കിയെല്ലാം അവർ കയ്യേറി. എന്തൊരു തീവട്ടിക്കുള്ള എന്തൊരു വിരോധാഭാസമാണ് ഇത്. ചോദിക്കാനും പറയാനും മണ്ടന്മാരും ലോകത്തുള്ള ആൾക്കാരെല്ലാം ഇതുപോലെ ആയിപ്പോയല്ലോ. എനിക്ക് സങ്കടമുണ്ട്, ദുഃഖമുണ്ട്. ഈ കാലഘട്ടത്തിൽ ജനിച്ചു വളർന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അഭിമാനിക്കും വക കാണുന്നില്ല. അത്ര കണ്ട് പൈശാചികമായ രീതിയിലാണ് ലോകത്ത് ബുദ്ധിജീവികളും പണക്കാരും രാഷ്ട്ര തലവന്മാരും മുന്നോട്ട് പോകുന്നത്. അതിന് അങ്ങേയറ്റം ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ നിർത്താം. 10-15 പോയിന്റ് പറയാൻ തൊട്ട് കാര്യമില്ല, കാരണം അത് വിഷയം അതാണ്. പിന്നെ നമ്മൾ വീണ്ടും കേരളത്തിലേക്ക് വന്നാൽ അസംബ്ലി ഇലക്ഷൻ വരാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കോൺഗ്രസ്സുകാർ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, 1957 ആദ്യ ഇലക്ഷൻ കഴിഞ്ഞത്. അതിനുശേഷം പിന്നെ 64 60 മുതൽ 2010 വരെ 50 എടുത്തു കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയം മാത്രം ഇപ്പം പറഞ്ഞു, ഇന്ത്യൻ രാഷ്ട്രീയമൊന്നും പറയുന്നില്ല. രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് കാണിച്ച പിടിപ്പികേടും തെമ്മാടിത്തരും ബുദ്ധിയിലായിരിക്കും. മറ്റു പാർട്ടി ചെയ്തിട്ടില്ലെന്നില്ല, കോൺഗ്രസ് പ്രത്യേകം. കാരണം 10 ടേമിൽ 12 ടേം വരെ ഒരാൾ തന്നെ. മണിസാർ കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നണിയിൽ 12 ടേമായിട്ട് ഉണ്ടായിരുന്നാണ്, 10 കൂടുതലുണ്ടായി. ആന്റണി, ഉമ്മൻചാണ്ടി, വയലാർ വേദി, എല്ലാം ആലുവയിലെ മൊമ്മാലി, ജയിച്ച് മുസ്തഫ, ഇവരെല്ലാവരും 5-10 ടേം നിൽക്കുകയാണ്. അതിനർത്ഥം ഈ മരമണ്ടന്മാരെ നിങ്ങളൊന്ന് ചിന്തിക്കുക. അതിനർത്ഥം ലഘുവായി പറഞ്ഞാൽ ഒരൊറ്റ ആൾ പോലും വളർത്തിയില്ല, പുതിയ തലമുറ വളർത്തിയില്ല. ഇപ്പൊ മാണിസാറിന്റെ മരണശേഷം, ഉമ്മൻചാണ്ടി മരണശേഷം ഇപ്പൊ ക്രിസ്ത്യൻ സമുദായം ബുദ്ധിമുട്ടൊന്നും നേതാക്കളില്ല എന്നുള്ള പരാതി ഉണ്ടല്ലോ. അതുപോലെയാണ് കുഞ്ഞാക്കയുടെ കാലോട് കഴിഞ്ഞാൽ പിന്നെ മുസ്ലിം സമുദായം ആരോട് പിന്നെ നേതാവുള്ളത്? കോൺഗ്രസ് ഏതെങ്കിലും അറിയപ്പെടുന്ന നേതാവുണ്ടോ? ഞാൻ കോൺഗ്രസ്സുകാരോട് ചോദിക്കട്ടെ, ഇന്നലെ എറണാകുളം ജില്ലാ ആഭിമുഖ്യത്തിൽ ഐക്യ മുന്നണി ഹിന്ദു യോഗവും കൺവെൻഷൻ ഉണ്ട് വെച്ചാൽ ആലുവയിൽ. അതിൽ ഫ്ലെക്സ് ഉണ്ട്, ബോർഡ്, കുഞ്ഞാക്കുണ്ട്, തങ്ങളുണ്ട്. ബാക്കി എറണാകുളം ജില്ലയിൽ 30% മുസ്ലിങ്ങളുണ്ട്, കേരളത്തിൽ 40% മുസ്ലിങ്ങളുണ്ട്. അതിൽ കേവലം മൊത്തം എടുത്തതിൽ 7% മുസ്ലിം ലീഗിനാരെ വോട്ടുള്ളൂ. ആകെ 40% മുസ്ലിങ്ങളുണ്ടെങ്കിൽ അതൊരു 25 ലക്ഷം ഉണ്ട്, 20 ലക്ഷം. അപ്പോൾ എത്ര ശതമാനമുണ്ട്? 10% വേണമെങ്കിൽ 40 ലക്ഷം വേണം, അല്ലെങ്കിൽ 30 ലക്ഷം വേണം. 30 ഇല്ല, 10% പോലും ഇല്ല. ഏതാണ്ട് 7 അല്ലെങ്കിൽ 8% വോട്ടാണ് ലീഗുകാർക്കുള്ളത്. ഇന്നും കോൺഗ്രസ് പറയുന്നത്, അല്ലെങ്കിൽ പിന്നെ എന്താണ് മറ്റു എല്ലാ നേതാക്കളും പറയുന്നത്, ലീഗ് ഉണ്ടെങ്കിൽ എല്ലാം ആയി എന്നാണ് ഇപ്പോഴത്തെ ചില ആൾക്കാർ കോൺഗ്രസ് നേതാക്കൾ. അത് തെറ്റാണെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. 21 ലക്ഷം അനുഭാവികളാണ് ലീഗുകാർക്കുള്ളത്, ബാക്കിയില്ല. എന്നിട്ട് ലീഗിനെ കണ്ടുകൊണ്ട് തങ്ങളെയും പിന്നെ കുഞ്ഞാക്കാനും നിർത്തിക്കൊണ്ട് കോൺഗ്രസ് മണ്ടന്മാരും വിചാരിക്കുന്ന ആ ബ്ലോക്ക് കംപ്ലീറ്റ് നമ്മുടെ കൂടെയുണ്ട്. അങ്ങനെ അല്ലടോ മരമണ്ടന്മാരെ പറയാണ് കോൺഗ്രസ്സുകാരോട് പറഞ്ഞത്, അല്ലെങ്കിൽ UDF നേതാക്കൾ പറഞ്ഞത്. അങ്ങനെയല്ല. പല രാഷ്ട്രീയ നേതാക്കൾ, ചില നിരീക്ഷകന്മാരും പറയും ലീഗ് എല്ലാം രക്ഷപ്പെട്ട് 20 സീറ്റ് ചോദിക്കുന്നു, അവർ മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നു. ഒരു സീറ്റിൽ ലീഗിന് ഫുൾ കൊടുക്കാൻ പാടില്ല, ഒരു 2 മന്ത്രിസ്ഥാനം കൊടുക്കാൻ പാടില്ല ചോദിച്ചാൽ. ബാക്കി നിങ്ങൾ കൊടുക്കുന്നത് ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് കൊടുക്കണം. അതവർക്ക് 50 സീറ്റ് മുസ്ലിം സമുദായത്തിന് കൊടുക്കണം. അപ്പോൾ എല്ലാ ജാതികൾക്കും ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് ഉണ്ടോ? ഇന്നലത്തെ യോഗം എടുത്ത് നോക്കാം. ഇന്നലത്തെ യോഗത്തിൽ ഫ്ലെക്സിൽ ഇവിടെ ഒരു മുസ്ലിം ഉണ്ട്, അതിൽ ഉണ്ട്, കുഞ്ഞാക്കുണ്ട്, തങ്ങളുണ്ട്. ആ 2 ഒരു തൊപ്പി തലയും മതി 2 കാണും, എല്ലാം കാണും.
അതുകൊണ്ട് കാര്യമുണ്ടോ? 4-1 5-1 മുസ്ലിങ്ങളുടെ വോട്ടിലുള്ളൂ ലീഗർക്ക്. ബാക്കി 4 കിടക്കല്ല 4 ഇരട്ടി. അവർക്ക് നിങ്ങൾക്ക് സ്ഥലമുണ്ട്. കോൺഗ്രസിൽ ഒരു മുസ്ലിം നേതാവിന് പേര് വയ്ക്കാൻ പറ്റുമോ? ഞാൻ പണ്ട് പറഞ്ഞല്ലോ, എന്തെന്തൊക്കെ പറഞ്ഞത്. ഇപ്പോഴും അപകടത്തിലേക്ക് പോകണം UDF. അതാ പറഞ്ഞത്. കാരണം പാലുള്ളി മുഹമ്മദ് കുട്ടിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കാണിച്ചുകൊണ്ട് പ്രചരണം നടത്തുന്നു. ശ്രദ്ധിച്ചു കേൾക്കണം, ഞാൻ പല പ്രാവശ്യം പറഞ്ഞാണെങ്കിലും മരമ്പന്മാർ പറയാണ്. പാലുള്ളി മുഹമ്മദ് കുട്ടിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കൊണ്ട് സഖാക്കൾ വീശി നടക്കാണ് പ്രചരണം. ഇവിടെ UDFന്റെ പോസ്റ്ററിൽ ഒരു കോൺഗ്രസ്സുകാരെ മുസ്ലിമിന്റെ ഫോട്ടോ ഇല്ല. തങ്ങളുടെ കുഞ്ഞാക്കയുണ്ട്, അതുറപ്പാണ്. തങ്ങളുടെ കുഞ്ഞാക്കയുടെ വന്ന ലീഗ് മുസ്ലിങ്ങൾ വഴി നിങ്ങളുടെ കൂടെ ആയോ? ഇനി എന്ന് കോൺഗ്രസ് നിങ്ങൾ സതീശ് നിങ്ങൾ മനസ്സിലാകുന്നത്? ഞാൻ അന്ന് മറ്റേ രമേശോട് അന്ന് രമേശാണ് ആള്, സതീഷ് അന്ന് രംഗത്ത് അതി വന്നിട്ടില്ല. രമേശ് ആണ് പ്രതിപക്ഷ സ്ഥാനം KPCC പ്രസിഡന്റ്. ഞാൻ ചോദിച്ചു, സാർ ഈ പാലുള്ളി മുഹമ്മദ് കുട്ടിയെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് ഇടതുപക്ഷം പ്രചരണം നടത്തുമ്പോൾ നിങ്ങൾ തന്നെ UDFന്റെ പോസ്റ്റിൽ കോൺഗ്രസ്സുകാർ ഒരു മുസ്ലിമിൻ്റെ ഒരു ഫോട്ടോ പോലും വയ്ക്കുന്നില്ല, എന്താ കാരണം ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് വളരെ യുക്തമാണ്. അങ്ങനെ ഫോട്ടോ വയ്ക്കണമെങ്കിൽ മുൻ പ്രസിഡന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആയിരിക്കണം, അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രി ആയിരിക്കണം, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായിരിക്കണം, അല്ലെങ്കിൽ മുൻ പ്രതിപക്ഷ നേതാവായിരിക്കണം. ഞാൻ ചോദിച്ചു, സാറേ ഇതൊന്നും ഇല്ലാതെങ്കിൽ ഈ 50 വർഷം നിങ്ങൾ എന്ത് ചെയ്ത്? TO ബാവയ്ക്ക് ശേഷം 50 വർഷമായി KPCC ഒരു മുസ്ലിം പ്രസിഡന്റ് വന്നിട്ട്. ആകെ എൻ്റെ പിന്നെ ഇയാളെ കൊണ്ടു വെച്ചല്ലോ നമ്മുടെ ട്രിവാൻഡ്രത്താരെ. അത് വെറുതെ ചടങ്ങ് മാത്രമേ ഉള്ളൂ, ഔദ്യോഗികമായിട്ടും ആയില്ലല്ലോ, ഇപ്പോഴും അംഗീകരിച്ചിട്ടുമില്ല. അസനെ എന്തേ 50 വർഷം ഉണ്ടാക്കിയില്ല? 40% കേരളത്തിൽ. അത് കഴിഞ്ഞ് ഇത്രയും 2 ടീം ഭരണം പോയി തോറ്റ് നശിച്ച് കോൺഗ്രസ് കേരളത്തിൽ. എന്നിട്ട് ഇപ്പോഴും 40% മുസ്ലിങ്ങൾ ഒരാളെ വയ്ക്കുക അവർക്ക് കാണുന്നില്ല. ആരൊക്കെ ഫോട്ടോ നോക്കി? CP ജോണിൻ്റെ ഫോട്ടോ ഉണ്ട്. CP ജോണിൻ്റെ ആളാണ്. എത്ര ആളുണ്ട് ആ സമുദായത്തിൽ? എത്ര ആളുണ്ട്? പാർട്ടിയിൽ എത്ര ആളുണ്ട്? പിന്നെ ജോസഫ് 12 സീറ്റ് മത്സരിച്ച ആ മഹാൻ ജയിച്ച് 2 സീറ്റാ. ഇത്തവണ അതും പോവും. ഇത്തവണ പുള്ളി മത്സരിക്കില്ല. പുള്ളിയുടെ മകൻ പാപ്പു ഒട്ടയാണ് തൊടുപുഴ. ആ സീറ്റ് ജോസ് കെ മാണി തോൽപ്പിച്ചോലെ കേരള കോൺഗ്രസ് തോൽപ്പിച്ചോളെ ഉറപ്പാണ്. ആ കാര്യം സംശയമൊന്നുമില്ല. അവിടെ ജോസഫ് ഗ്രൂപ്പ് തീർന്നു. പിന്നെയുള്ള RSP കൊണ്ടാ. പിന്നെയുള്ള നമ്മുടെ ഫോർവേഡ് ബ്ലോക്ക് മഷിട്ട് പാർട്ടി. പിന്നെ നമ്മുടെ പാലക്കാട് ജോണിൻ്റെ ഒരു എന്താണ് നാഷണൽ ജനതാദൾ. ഞങ്ങൾ നാഷണൽ ജനതാദൾ ഞങ്ങൾ ഇട്ട് തുടങ്ങിയത് ആ പാർട്ടി. അപ്പോൾ ഞങ്ങളത് രജിസ്റ്റർ ചെയ്തപ്പോഴല്ലോ നാഷണൽ എന്ന് പറഞ്ഞാൽ RJD രാഷ്ട്രീയ ജനതാദൾ മലയാളം വരും. അതുകൊണ്ട് രജിസ്ട്രേഷൻ കിട്ടാതെ ഞങ്ങൾ മാറ്റി. ഞങ്ങൾ ജനതാദൾ നാഷണലിസ്റ്റ് ആക്കിയത് അങ്ങനെയാണ്. അതാണ്. എത്ര പേരുണ്ട്? എത്ര ജില്ലാ കമ്മിറ്റി ഉണ്ട്? പിന്നെ ഏതാണ്ട് ഒരു ബ്രഹ്മാണ്ഡ കോൺഗ്രസ്, വിദേശ കോൺഗ്രസ് ആളുകൾ. സതീഷ് വലിയ പുണ്യവാളം കളിച്ചല്ലോ. എടോ അവരൊക്കെ മുന്നണിയിൽ ചേർക്കാൻ നിങ്ങൾ ആരോട് ചോദിച്ചു? എന്ത് അനുമതി കൊടുത്ത്? അയാളും അയാളുടെ കൂടുതൽ സുഹൃത്തല്ല വേറെ 3ാമത് ഒരാളുടെ ആ പാർട്ടിയിൽ, ആ സംഘടനയിൽ. അങ്ങനെ വയതൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് താല്പര്യമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഏതെങ്കിലും നിലവിലുള്ള മുന്നണി രാഷ്ട്രീയത്തിൽ ചേരാൻ പറഞ്ഞു. നിലവിൽ മുന്നണി രാഷ്ട്രീയം ഉണ്ടല്ലോ കോൺഗ്രസ്സിൽ. മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, അല്ലെങ്കിൽ പിന്നെ കോൺഗ്രസ്സൊക്കെ. കോൺഗ്രസ് ലീഗിലും പറ്റില്ല. പക്ഷേ അതുപോലെ കൊച്ചു പാർട്ടി ചേരാൻ പറഞ്ഞു. ഇത് ജോൺ സാറിന് വെച്ച് എന്തോ പൈസ വാങ്ങിച്ച് ഫോട്ടോ ഉണ്ട് മുന്നണി അതിൽ. CP ജോൺ നേരത്തെ ഉള്ളതാണ്. പിന്നെ ഫോർ ബ്ലോക്ക് എടുക്കുക. അവരൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതില്ല. പേര് ഒപ്പിച്ച് പ്രാസം ഒപ്പിച്ച് ഫോട്ടോ വെച്ച പോരടോ. അവരെ ജാതി എടുത്ത് നോക്കി എത്തവരുണ്ട്, അവരെ പാട്ടിലെത്തവരുണ്ട്. ഇവിടെ 40% കിടക്കാണ്. ഒരാളില് ഒരു തല വഹിക്കാൻ നിങ്ങൾ സാധിച്ചിട്ടുണ്ടോ? ഞാൻ ഈ കുഞ്ഞാക്കൾ ലീവില്ല, കുഞ്ഞാക്കൻ ചോദിച്ചില്ല. അവരെ സംബന്ധിച്ച് ഒരു ആരും വേണ്ട. പണ്ടൊരു കാമുകി ഹനുമാനുണ്ടായി ലോകത്ത്. അവർ സ്നേഹിച്ചപ്പോൾ അവർ ദൈവത്തോട് ദൈവം ഞങ്ങൾ മാത്രം മതി ലോകത്തെന്ന് പറയും. ദൈവം സ്വീകരിച്ചു. നോക്കിയപ്പോൾ ഉണ്ട് പേടിയായിട്ട് നിൽക്കാൻ പറ്റുമോ? അവസാനം മറച്ച് പ്രാർത്ഥിച്ച്. അതുപോലെയാണ് ലീഗുകാരെ സംബന്ധിച്ച് വേറെ ഒരു മുസ്ലിം വരും എന്നുള്ളതാണ്. അവരെ ദുഷ്ടലാക്ക്. ഒരു മുസ്ലിമും പറയും ഒരു പാർലമെന്റിൽ വരുന്നുള്ള അവർ മാത്രം. എന്നാൽ അവരിൽ ഉണ്ടോ? അവർ മുഖ്യമന്ത്രി ആകാൻ പറ്റുന്നുണ്ടോ? മുഖ്യമന്ത്രി അവർ ചോദിക്കാനുള്ള താല്പര്യമുണ്ടോ? ഇല്ല. അവർ എന്നും ഈ 2ാം കിടാണ് ഉപമുഖ്യമന്ത്രി. എന്തിനായിട്ട് കുഞ്ഞാക്ക നിങ്ങൾ ജീവിക്കുന്നത്?
9% മാത്രമുള്ള നായർ സമുദായം കേരളത്തിൽ 12 മന്ത്രിസ്ഥാനം ഡെപ്യൂട്ടി സ്പീക്കർ ഉൾപ്പെടെ. നിങ്ങൾ 40% കേരളത്തിൽ. എന്നിട്ട് 5ാമത് മന്ത്രി കിട്ടിയപ്പോൾ നിങ്ങളിട്ട് മരിച്ചുപോയി ഉമ്മൻചാണ്ടി കളിയാക്കിയതൊക്കെ ഓർക്കണല്ലോ കുഞ്ഞാക്ക. മരിക്കാൻ പാടില്ല നിങ്ങൾക്കൊക്കെ. നിങ്ങൾ എന്താണ് ഈ പറഞ്ഞു കിടക്കുന്നത്? 40% ജനസംഖ്യയിൽ ഈ സാധനം പാമ്പ് പിടിച്ചോണ്ട് ഞാഞ്ഞൂർ പറയുമ്പോൾ നിങ്ങളത്ര മോശക്കാരൊന്നുമില്ല. പക്ഷെ നിങ്ങളെ മുസ്ലിം പേര് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് തല പൊക്കാൻ പറ്റാത്തത്. കാട്ടുകള്ളന്മാരെ, സമുദായത്തെ വഞ്ചിക്കുന്ന വഞ്ചകരെ. നമ്മൾ ഇന്നലെ സ്റ്റേഡിയത്തിൽ പേരിട്ടിരിക്കുന്നത് ചുവന്ന മഷി. മുസ്ലിം ലീഗിൽ യോഗം കൂടി പറയണം നിങ്ങൾ അറബി പേര് ഉപയോഗിക്കുന്നത് ഡ്രസ്സ് പോലും ശ്രദ്ധിക്കണം ഇടണമെന്ന്. പിന്നെ എന്തിനാണോ ഈ പേര് മാറ്റാതിരിക്കുന്നത്? കളയാൻ പോണേ, ഭരണം പോവാണ്. UDF ഭരണം പോകാൻ കേട്ടോ, പറഞ്ഞല്ലോ വേണ്ട. അത് പിന്നെ ആരുള്ളത്? KC ജോസഫ് ഗ്രൂപ്പ്, RSP പറഞ്ഞ് CP കൊണ്ട് പറഞ്ഞ് NCP അങ്ങനെ പാർട്ടി കിട്ടുക കേരളത്തിൽ. LDP ഏത് പാർട്ടി കിട്ടുന്നു അങ്ങനെ ഉണ്ട് കേരളത്തിലുള്ള NCP. ആകെ ഉണ്ടായത് LDF, അത് പോയി. പിന്നെ LGD ആവാൻ ജോണ്ട പറഞ്ഞ്, പിന്നെ ഫോർവേഡ് ബ്ലോക്ക് പറഞ്ഞ്, പിന്നെ വിദേശ മലയാളി. ആരൊക്കെ 10 കെട്ടിവെച്ച ഒരു മണ്ഡലിൽ നിന്ന് കെട്ടിവെച്ച കാശ് കെട്ടിവെച്ച കാശ് കിട്ടാൻ പറ്റിയ ഏതെങ്കിലും പാർട്ടി നിങ്ങളുടെ മുന്നണിയിലുണ്ടോ? ലീഗ് മാറ്റി നിർത്തിയാൽ, കോൺഗ്രസ് മാറ്റി നിർത്താം. ജോസഫ് ഗ്രൂപ്പൊക്കെ പോയി. ഇനി ജോസഫ് ഗ്രൂപ്പില്ല, ഇത്തവണ ജോസഫ് ഗ്രൂപ്പ് തുടരുകയും പോകും. ഒരു സീറ്റ് കിട്ടില്ല. എന്നിട്ടും അതെല്ലാം കണ്ടുകൊണ്ട് 110 സീറ്റ് സ്വപ്നം കിട്ടി നടക്കാണ്. മുഖ്യമന്ത്രി പ്രസരിക്കൊണ്ട് ഒരാൾ കാറ് വരും, 26 മോഡൽ കാറ്, 26 നമ്പറിലെ രജിസ്ട്രേഷനുകളിൽ. ഇതൊന്നും അല്ല രാഷ്ട്രീയം. കോൺഗ്രസിന്റെ ദീർഘവീക്ഷമില്ലാത്ത മരമണ്ടന്മാർ കാരണമാണ് ഈ കോൺഗ്രസ് നയിച്ച് BJP വന്നത്. കഴിഞ്ഞ 50 വർഷമായിട്ട് കോൺഗ്രസ് കേരളത്തിനേക്കാൾ മോശമാണ് മറ്റു സ്റ്റേറ്റുകളിൽ. ഒരാളെ വളർത്തിയില്ല. ഒരു മുസ്തഫ വന്ന് നിൽക്കും, ഒരു ആര്യാടൻ വന്ന് നിൽക്കും, ഒരു മുമ്മാലി വന്ന് നിൽക്കും, ഒരു രമേശ് നിൽക്കും, ഒരു സതീഷിന്റെ അടുത്ത് നിൽക്കും, ഉമ്മൻചാണ്ടി നിൽക്കും, ആന്റണി നിൽക്കും, മറ്റേ കരുണാകരൻ, എല്ലാം 10 വർഷം അവർ തന്നെ. ഈ കാട്ടുകള്ളന്മാർ തന്നെ. നിങ്ങൾക്ക് ജനങ്ങളോട് സ്നേഹമുണ്ടോ? രാജ്യത്തോട് സ്നേഹമുണ്ടോ? ഇപ്പോഴും പറയുന്നത് 2 പ്രാവശ്യം കഴിഞ്ഞ് മാറ്റില്ല, മിണ്ടില്ല. കഴിഞ്ഞ വാളൂരിന് ഇലക്ഷൻ വന്നു, എന്നാ പഴയതൊരു തന്നെ. പണിയെടുക്കണം. സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പാടുണ്ട്. ഇപ്പം കുനകൂലൊക്കെ ചില മാർഗം വന്നു. മാർക്സിസ്റ്റ് പാർട്ടി സാധ്യതയുള്ള 6-7 മണ്ഡലം BJPക്ക് ജയിക്കാൻ സാധ്യത ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെ കുറക്കുക എന്നൊക്കെ അനുകൂല ദുഷ്ടബുദ്ധിയുണ്ട്. അതൊക്കെ അടവ് നയമാണ്, ഞാൻ കുറ്റമൊന്നും പറയില്ല. അത് ജയിച്ചില്ലെങ്കിൽ അവിടുത്തെ BJP അവർക്ക് അവസരം കിട്ടല്ലേ. അതാണ് ഈ കാട്ടുകള്ളന്മാർക്കെല്ലാം BJPനെ ആയിക്കോട്ടെ എന്നുണ്ടെന്നേ. പണ്ട് കോൺഗ്രസ്, ഞാൻ ഷീല ദീക്ഷയെ കുറിച്ച് പോലെ പണ്ടും കോൺഗ്രസ് ചെയ്ത് ഇപ്പം ചെയ്തിട്ടുണ്ട്. അന്നുകൊണ്ടില്ല പറഞ്ഞു പകൽ RSSും രാത്രി RSS പകൽ കോൺഗ്രസ് തന്നെ. മാറ്റം വന്നിട്ടൊന്നുമില്ല. ഞാനല്ല 30 വർഷമായിട്ടുള്ളൂ BJP വന്നിട്ട്. അതിനു മുമ്പായിട്ട് കോൺഗ്രസ് ഈ RSS സഹായിച്ച ആരടോ? രാജ്യം ഭരിക്കുന്ന കക്ഷി നേരെ നിന്നെങ്കിൽ RSS വളരുമോ? അമ്പലത്തിൽ കൊണ്ട് വെച്ച ഇത് മാറ്റാൻ പറഞ്ഞ് ഓർഡർ ഇട്ടുള്ള പ്രധാനമന്ത്രി. എന്നിട്ടായി ഇതെല്ലാം ജനങ്ങളെ പറ്റിക്കുന്ന ഒരു ഗൂഢതന്ത്രം, തട്ടിപ്പാണ്. അതുകൊണ്ട് പണിയെടുക്കാൻ ഇനി ജയിക്കില്ല. രാഷ്ട്രീയ പണിയെടുക്കണം, പാടുപെട്ട് പണിയെടുക്കും ശരിക്കും. കഥ ചട്ടം ചുളുങ്ങണം. പണ്ട് സഹാക്കൾക്ക് പറഞ്ഞാൽ ഒരു നാട്ടിൽ പുരുഷൻ്റെ കല്യാണമൊക്കെ വന്നു കഴിഞ്ഞാൽ അവരങ്ങോട്ട് ഷർട്ട് ഊരിയിട്ട് പണിയാണ്. അങ്ങനെ സഹാക്കൾ ഇപ്പം മാറി. ഇപ്പോൾ അവർ സുഖലൂരായിട്ട് വേറെ കാര്യം. പണ്ടങ്ങനെയായിരുന്നു. കോൺഗ്രസ് തന്നെ ഒരു പേന താഴെ എടുക്കുവോ കുരിഞ്ഞെടുക്കുവോ കഥച്ചുള്ളൂ. ഇപ്പം വേറൊരു വരാതെ ഇന്നൊരു മഹാൻ പറഞ്ഞു, വെള്ളാപ്പള്ളി പറയുന്നു കോൺഗ്രസ്സിൽ ഈഴവന് ബാധിച്ചില്ല. അപ്പോൾ വേറെ ABC ചർച്ചയിൽ വേറൊരു മഹാൻ പറഞ്ഞു, അയാൾ പല കാര്യം അയാൾ സംഘം വേണ്ടി ബാധിക്കാനുള്ള ഇതിപ്പോൾ ശരിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വോട്ട് ചെയ്യണല്ലോ കോൺഗ്രസ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, ഈഴവർ കോൺഗ്രസ് വോട്ട് ചെയ്യുന്നത് പിന്നെ ചോദിക്കും. ശരിയല്ലടോ. 80% 90% കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് ഈഴവർ വോട്ട് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ഈഴവർക്ക് എത്ര സീറ്റ് കൊടുക്കണം? VM സുധീരൻ, കടന്നപ്പള്ളി രാമേന്ദ്രൻ, K സുധാകരൻ, പിന്നെ വയലാർ സുഖം എടുക്കുന്നത്. പിന്നെ അടൂർ പ്രകാശ്. നിങ്ങൾ വിചാരിച്ച നിങ്ങളുടെ സമുദായത്തിൽ 40% വോട്ടെങ്കിലും, മുഴുവനും വേണ്ട 50 വേണ്ട, ഒരു 40% വോട്ടെങ്കിലും കോൺഗ്രസ് വാങ്ങിക്കാൻ നിങ്ങൾ സാധിക്കുമോ? സാധിക്കാൻ നിങ്ങളാണ് മന്ത്രിയാണ് നടക്കുന്നത്, മുഖ്യമന്ത്രിയാണ് നടക്കുന്നത്.
മുല്ലപ്പള്ളി കാലത്ത് പാർലമെന്റ് ജയിച്ചപ്പോൾ എൻ്റെ കാലത്താണ് പിന്നെ അമ്പലത്തിൻ്റെ ശബരിമലയുടെ ഗുണം കൊണ്ടാന്ന് പറഞ്ഞു. ഈ കാക്കാമാര് വോട്ട് കിട്ടിയാണ് നിങ്ങൾ ഇത്രയും കാലം ഭരിച്ചത്. ഒരു കാര്യം പറയാം, മൊയ്തീൻ ഷേഖുകാരൻ മുഖം നോക്കേണ്ട കാര്യം ആരും പേഴും കാര്യമില്ല. രണ്ട് ശക്തി എനിക്ക് ഭയമുള്ളൂ. ഒന്ന് ദൈവത്തെ, മറ്റത് ജനശക്തിയെ. ജനശക്തി നമ്മൾ അംഗീകരിക്കണം. ബാക്കി ആരും നമുക്ക് ഭയമില്ല. ഞങ്ങളുടെ വോട്ടിൽ നിങ്ങളുടെ ഭരണം വേണ്ടെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞു തന്നെയാണ്. ഒരു അഭ്യാസം നടക്കൂല. ലീഗിന് 5 സീറ്റുകൾ കൂടുതൽ കൊടുത്ത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആക്കണം എന്നൊരു വാർത്ത, അത് ഇടതുപക്ഷത്തിൻ്റെ അടിപ്പാണ്. പരമാവധി ഹിന്ദുക്കൾ ചെയ്യാൻ വേണ്ട. പരമാവധി ഹിന്ദുക്കൾ സംഘടിപ്പിച്ച് 50% ഉള്ളൂ സാറേ ഈ കേരളത്തിൽ. 50% ക്രിസ്ത്യാനി മുസ്ലിങ്ങളുമാണ്, ന്യൂനപക്ഷങ്ങളാണ്. അപ്പോൾ ഈ 50% വേണ്ടി അങ്ങോട്ട് എടുക്കാൻ ക്രിസ്ത്യൻസ് അധികം പോയൊന്നുമില്ല. കാരണം അത് മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് UDF വരേണ്ട സാധ്യത വളരെ ക്ലിയറാണ്. പക്ഷെ ഇവർ സമ്മതിക്കണില്ല. സമ്മതിക്കണമെങ്കിൽ ജനങ്ങളിൽ നിന്ന് നേതാക്കൾ വളർന്നു വരണം. ഖുർആനും ഗീതയും ബൈബിളും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ നിന്ന് ആണ് നേതാക്കൾ തിരഞ്ഞെടുക്കുന്നത്. അത് നിങ്ങൾ പിന്നെ സമൂഹത്തിലുള്ള എല്ലാ കഴിവുകളും ആ നേതാക്കൾക്കുണ്ടാവുന്നു. ഖുർആൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഗീതയും ബൈബിളും ഇതിൻ്റെ പറയുന്നത്. നിങ്ങൾ ഇതല്ലേ നേതാവ് പ്രത്യേകം അമേരിക്ക റഷ്യ എന്ന് വരുന്നല്ലോ ഈ കേരളത്തിൽ നേതാവ്. ആ നേതാവ് വരുമ്പോൾ നേതാവ് വരുന്ന ആ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ബേസ് എന്താണ്? ആ ബേസ് പബ്ലിക്. ആ പബ്ലിക്കുള്ള എല്ലാ കഴിവുകളും നിങ്ങൾ നേതാക്കൾക്ക് ഉണ്ടാവും. കറക്റ്റില്ലേ? എത്ര മനഃശാസ്ത്രം അത്. ഞങ്ങൾക്ക് ഗ്രൂപ്പൊക്കെ മനഃശാസ്ത്രം പന്താടുന്നതാണ്. ഞാനല്ല എൻ്റെ ഗ്രൂപ്പ്. അപ്പം ഞാൻ കൂടെ എന്തൊക്കെ എള്ളോളം പോലെ. അപ്പം ഞാനാലും ഇത് 100% ശരിയല്ലേ? ഖുർആൻ പറഞ്ഞ എത്ര കറക്റ്റാണ്, അല്ലെങ്കിൽ ബൈബിൾ ഗീതയൊക്കെ പറഞ്ഞ എത്ര കറക്റ്റാണ്. കാരണം അത് ദൈവ സൃഷ്ടിയാണ്. ദൈവം എന്ന് വെച്ചാൽ മനുഷ്യൻ്റെക്കാൾ സൃഷ്ടിയാണല്ലോ, സൃഷ്ടാവാണല്ലോ. അപ്പോൾ അവർക്കറിയാത്. അതാണ് സംഗതി. ഇത് വലിയ മനഃശാസ്ത്രം വല്ലതും കോൺഗ്രസ് നേതാക്കളെ നിങ്ങൾ വലിയ ചിന്തിക്കേണ്ടത് എന്താണ് മനഃശാസ്ത്രം എന്ന്. പബ്ലിക്കിൻ്റെ ചിന്ത എന്താണ്, അവൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്. പണ്ട് ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നല്ലോ, ജനങ്ങളുടെ വികാരം നോക്കുന്ന ആളായിരുന്നു. ഇപ്പോൾ കോൺഗ്രസിൽ നോക്കണ്ടോ? ഇന്നലെ ആലുവയിൽ യോഗം വെച്ചേക്കണം. അതിൽ ഈ 40% ഒരു കോൺഗ്രസ് മുസ്ലിമിന് പേര് വോട്ട് വയ്ക്കാൻ പറ്റിയിട്ട് ഞങ്ങൾക്ക് 10 വർഷം വച്ചില്ല. ഞാൻ ചോദിച്ചു, 10 വർഷം കഴിയുമ്പോൾ തയ്യാറായിവാ വച്ചിരിക്കുകയാണ്, വോട്ടുകൾ വെച്ചിരിക്കണം. CP ജോൺ, ഞാൻ ഒരിക്കലും പറയാം, CP ജോൺ, MA ജോൺ, പാലക്കാട്ടൻ ജോൺ, അനുചാക്കർ വച്ചില്ലെന്ന് അറിയില്ല. അത് ആദ്യം ഇപ്പോൾ LDFിലാണല്ലോ. പിന്നെ മന്ത് ജയിക്കുവിനോ അനൂപ് ജയിക്കപ്പ്, എഴുന്നേൽക്കാൻ പറ്റാത്ത ജോസ്, പിന്നെ ഉണ്ടല്ലോ NCPയുടെ ഒക്കെ ആയിട്ട് എനിക്കുണ്ട്. അങ്ങനെയൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഇതിൽ ആണത്തുള്ള വ്യക്തികൾ ഏതൊരു നേതാവുണ്ടോ? ആഭ്യസമ്മേളനത്തിൽ മുസ്ലിങ്ങൾ കോൺഗ്രസ്സിൽ ഉണ്ടല്ലോ ഇഷ്ടം പോലെ. അതിൽ ഒരു നേതാവ് വഹിക്കാൻ പറ്റിയ ആളുണ്ട്, കണ്ടുപിടിച്ചങ്ങൾ ഉണ്ടോ? ഞങ്ങൾ ജബി മേത്രങ്ങൾ വെച്ചില്ല, രാജ്യസഭയിൽ മെമ്പറായിട്ട് വിട്ട്. വനിതാ വിങ്ങിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്. അവർക്ക് രാഷ്ട്രീയമോ അല്ലെങ്കിൽ വല്ലതും ആ കുറേ പണക്കാരൻ്റെ ഭാര്യ എന്നല്ലാതെ വല്ല ജനങ്ങളുടെ വികാരം വല്ലതും അറിയാവോ? ഇന്നലെ എന്നിട്ട് ഞാൻ നമ്മുടെ കണ്ടില്ലേ, നമ്മുടെ KPCയുടെ ഉപാധ്യക്ഷൻ കുന്നത്താണ് MLA ഒരു ഫോട്ടോ കാണിച്ചേക്കണ് 5 പേര് വെച്ച് 9 മാസം നടത്തിയ എന്താണ് വനിതാ സഹാസിൻ്റെ അവസാനം ജബി മേത്രക്ക് അവാർഡ് മൊമെൻ്റ് കൊടുക്കുന്നു. കേരളത്തിൽ ആദ്യമുള്ള ദാസ് മുൻഷി 5 പേര് 6 പേര് ഫോട്ടോക്കാരുൾപ്പെടെ. നാണാവും. ഈ കൊടുത്തില്ലേ ഉള്ളൂ. ഇപ്പം ഞങ്ങളുടെ പാർട്ടി കൊടുക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം. ലാസ്റ്റ് 6-7 പേരിൽ ഫോട്ടോ കൊടുത്താൽ മനസ്സിലാക്കാം. അത്രയേ ഉള്ളൂ. സമ്മതിച്ചു, ഞങ്ങൾ സമ്മതിച്ചു. പക്ഷെ കോൺഗ്രസ് അതാണോ രാജ്യം ഭരിക്കാനുള്ള കക്ഷിയുടെ പ്രധാന കക്ഷിയുടെ ആള്. ഇനി നിങ്ങൾ ഇങ്ങനെ സീറ്റ് എങ്ങനെ പങ്കിടും? പങ്കിടുന്ന കുഴപ്പമില്ല. ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് പങ്കിട്ടില്ലെങ്കിൽ, സുധീഷനും സതീഷനും എല്ലാ കൃതാവിനോടും പറയാണ്, ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് പങ്കിട്ടില്ലെങ്കിൽ, 2 പ്രാവശ്യത്തിൽ കൂടുതൽ ജയിച്ചവർക്ക് സ്ഥാനം പരമാവധി മാറ്റിയില്ലെങ്കിൽ, മുസ്ലിം ലീഗിൻ്റെ പേര് മാറ്റി ദേശീയതലത്തിൽ എത്തിയില്ലെങ്കിൽ, ഈ 3 കാര്യം ചെയ്തില്ലെങ്കിൽ UDF കോൺഗ്രസ്സുകാരും പരങ്ങലിലാണ്. ഞങ്ങൾ വളരെ ശക്തമായിട്ട് അതിനെ പ്രതികരിക്കും. ആ പ്രതികരണത്തിന് ഗുണം കിട്ടുന്ന LDFിലായിരിക്കും. ഞാൻ മിനിയാന്ന് വളരെ ആധികാരികമായിട്ട് പറഞ്ഞു. നമ്മളാരും പൈസ വാങ്ങിച്ചൊന്നും പറയുന്നില്ല. ആളിതിൽ കൂട്ടാനുമില്ല, ആൾ കൂട്ടി പരസ്യക്കാശ് വാങ്ങിക്കാനുമില്ല.
പക്ഷേ ആൾക്കാർ ഇഷ്ടം പോലെ എത്ര പേര് ഇപ്പം എങ്കിലും ചിലവർ മാത്രം ഇപ്പോഴും ഞാൻ പരിചയമുള്ള ചിലവർ മാറിപ്പോകുന്നത് അത് വേണ്ട കേട്ടോ ഒന്ന് ഫോളോ ചെയ്യണമെന്നുള്ളത് സത്യമാണ് ഫോളോ ചെയ്യുന്നത് നല്ല കാര്യത്തിന് വേണ്ടിയില്ലേ അമാന്തിയായിരിക്കണ്ട കുറച്ച് പേര് എന്നാലും കട്ടമായ ആൾക്കാരുണ്ട് അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് കേരളത്തിലെ കോൺഗ്രസ്സുകാർ മറ്റു കാര്യങ്ങൾ അത് മനസ്സിലാക്കി ജനങ്ങളെ കൂടി പറയിപ്പിക്കാത്ത വിധത്തിൽ മൂന്ന് കാര്യം നിങ്ങൾ ചെയ്യണം ചെയ്തേ തീരൂ അത് മസ്റ്റാണത് ഞാൻ ഒരിക്കലും പറഞ്ഞ് ഞാൻ നിർത്താം 1 2 പ്രാവശ്യത്തിൽ ജയിച്ചവർക്ക് സീറ്റ് കൊടുക്കരുത് ചെറു ഞെളിയ വിജയൊക്കെ ചെയ്യും അവിടെ പാർട്ടി വളരണമെങ്കിൽ ഇങ്ങനെ യുവാക്കൾ വരുള്ളൂ മറ്റൊന്ന് നിങ്ങൾ ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് കൊടുക്കണം എത്ര ജനസംഖ്യ കേട്ടോ അവർക്ക് ഏതാണ് ആനുപാതികമായിട്ട് മറ്റൊന്ന് മുസ്ലിം ലീഗിനെ എത്രയും പെട്ടെന്ന് മുസ്ലിം ലീഗിനെ ആ മുസ്ലിം എന്ന പേര് മാറ്റിയിട്ട് രാഷ്ട്രീയത്തിൽ മതത്തിലല്ല രാഷ്ട്രീയത്തിൽ പേര് മാറ്റിയിട്ട് ആത്മീയമാണല്ലോ ഭൗതികമല്ലേ പേര് മാറ്റിയത് ഈ 3 കാര്യം ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അപകടമാണ് UDF തകർന്നു പോകും വേറൊരു കാര്യം പറയാം ഈ UDFിൻ്റെയും പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ തട്ടിപ്പെന്നറിയോ എടോ ഇന്നും ഒരാൾ തോന്നുന്നു 20% സവർണ ക്രിസ്ത്യാനി നായും കൂടി അല്ലെങ്കിൽ സവർണ ഇട്ടെന്ന് വെച്ചോ 20% 80% പിന്നോക്കത്തിൽ ന്യൂനപക്ഷമാണ് കേരളത്തിൽ പോലും അതിനാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ജാതി സെൻസ് നടത്തണമെന്ന് കോൺഗ്രസിന് ഇപ്പോഴത്തെ ദൈവമല്ലേ എന്നിട്ട് ഇവിടെ കോൺഗ്രസ് ഞാനെക്കുറിച്ച് മിണ്ടുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താ അനുസരിച്ച് ഉറപ്പ് കൊടുത്ത് ഞങ്ങൾ ഒരിക്കലും ജാതി സെൻസ് നടത്തൂല സുമാജി ചേട്ടൻ ഒട്ടും പേടിക്കണ്ട ആ സുമാജി ചേട്ടൻ ഒരാൾ ഇന്നൊരു നടത്തി ഇന്നല്ല ഒരു 9 ദിവസം 3 ആഴ്ചയും കൂടെ വരാം 500 ജോലി കിട്ടിയാൽ അതിൽ 20% 100 കിട്ടുള്ളൂ ബാക്കി 400 പിന്നോക്കത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് പോടെയെന്ന് ആ ഒരു മഹാൻ പറഞ്ഞു ആ വിഡ്ഢി എടോ കണക്കെടുക്കുന്നു നിങ്ങൾ സംസ്ഥാന ഗവൺമെന്റിൽ കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റിൽ കണക്കെടുക്ക് എടോ ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് ഈ പിന്നോക്കത്തിൽ ന്യൂനപക്ഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സംഭവത്തിന് വേണ്ടതേ ഇത് മൊത്തത്തിൽ കിട്ടുന്ന 50% മെറിറ്റ് കിട്ടും 20%. അതുകൂടെ 10% എന്ത് ചെയ്യുന്നത് റിസർവേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 50-60%. അതുകൊണ്ടാണ് ഈ കണക്കെടുക്കുമ്പോൾ ഇത്രയും കൂടുതൽ ഈ മുന്നോക്ക വിഭാഗങ്ങൾക്ക്. എന്നിട്ട് ആ മഹാൻ പറയാണ് 500 കിട്ടിയാൽ 20%, 80% പിന്നോക്കരാണ്, ബാക്കി 20% ഉള്ളൂ, അപ്പോൾ 100 വരെ കിട്ടുള്ളൂ. അത് ശരിയാണ്, അങ്ങനെ ചെയ്തല്ല, അങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങൾ പറഞ്ഞത്. ആ പുള്ളി പറഞ്ഞ അതേ മണ്ടൻ പറഞ്ഞ അതേ പോയിട്ട് ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം, ജനസംഖ്യക്ക് ആനുപാതികം കൂടി ചെയ്യണം. ഉള്ളളിയിൽ കൊച്ചു കാര്യമല്ലത്. ഒരു മൊയ്തീൻ ഷാ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു മനസ്സിലാവില്ല, ഇത് വളരെ വലിയൊരു ഗൗരവമുള്ള കാര്യമാണത്. പലരും ആപ്പെടുക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നടത്തിയിട്ട് കണക്കെടുക്ക്. എന്നിട്ട് ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാര്യം ഒരു സംവരണം വേണ്ടെന്ന്. സംവരണം കൊടുക്കണ്ട, ഞങ്ങൾ ആരും സമരം ചെയ്യില്ല. ഇല്ലെങ്കിൽ ജാതി സെൻസസ് നടത്തണമെന്ന് പറഞ്ഞ് സമരം ചെയ്യും ശക്തമായിട്ട്. ഇടത് വലത് മുന്നണിക്കെതിരെ സമരം ചെയ്യും. അതിന് സഹകരിക്കാത്തവരുണ്ടെങ്കിൽ കോൺഗ്രസ് വിട്ട് കളിക്കുകയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വണ്ടി വിട്ട് കളിക്കുക. 10% മുന്നോക്ക വിഭാഗങ്ങൾക്ക് സമരം കൊടുക്കാനായിട്ട് 24 മണിക്കൂറിനകം ഈ പിണറായി സർക്കാർ നടപ്പിലാക്കി LDF ഗവൺമെന്റ്. ഇത് 9% 12 മന്ത്രിസ്ഥാനം കൊടുത്ത് ഡെപ്യൂട്ടി സ്പീക്കർക്ക് ഉൾപ്പെടെ. അതൊന്നും ഒരു ചോദ്യം ഒരു കുറ്റവും പറ്റില്ല. ലീഗർക്ക് ഒരു അഞ്ചാമതൊരു മന്ത്രി കൊടുത്തപ്പോൾ ഇവിടെ ആകാശിടിച്ച് വീഴും. എല്ലാ കാട്ടുകള്ളന്മാരോട് യോജിച്ചിട്ട് ആകാശിടിച്ച് വീഴും. ഇനി അതൊന്നും വേണ്ടടോ, ഈ കുഞ്ഞാക്ക പേടിക്കുന്നത് വേണ്ട. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിൽക്ക്, മാന്യമായിട്ട് പേര് മാറ്റി. നിങ്ങൾക്കൊക്കെ ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് കിട്ടും. കിട്ടിയേ തീരൂ, തന്നേ തീരൂ, കൊടുത്തേ തീരൂ, വാങ്ങിയേ തീരൂ. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്താം. നിങ്ങൾക്ക് ഒരായിരം നന്ദി. ജയ് ഹിന്ദ്.